ഗായ്സ് അസ്സലാമു അലൈക്കും, സമീലൊക്കെയാണ്. ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ പുറത്തോട്ട് പോവുകയാണ്. നമ്മളെ കൂടെ ഗ്യാങ്ങിലുള്ള അളിയ പറ, ഹീറോയുടെ പേര് പറ. മമ്മു പ്രേംജിത്ത് ജയപ്രകാശ് ഇന്ന് പോവുകയാണ്. നമ്മുടെ ഗ്രൂപ്പില് ഇപ്പൊ കുറെ പേര് പോയി. ശങ്കരൻ പോയി, പിന്നെ ആരൊക്കെ പോയിട്ടില്ല, ശങ്കരൻ മാത്രമേ പോയാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ളവര് പോവാനായിട്ടിരിക്കുന്നു. ഇപ്പൊ ദാണ്ട് വീണ്ടും ഒരു യുവത്ത് ഇന്ന് പോവുകയാണ് ഖത്തറിലോട്ട്. അപ്പൊ അളിയച്ച് തല അണീര് അളിയ, ഞാൻ ഒരു ഹായ് അണീര്. അപ്പം നല്ലൊരു പയ്യനായിരുന്നു. അപ്പൊ ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് പോകുന്നു. അതുകൊണ്ട് ഞാൻ വേറെ കാര്യം കാണിച്ചു തരാം. എന്റെ ഫാമിലിയാണ് തൊട്ട് ദാ പോകുന്നത് വ്യത്യാസത്തിൽ. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് കാര്യങ്ങള്. പിന്നെ ഇത് മമ്മൂന്റെ വണ്ടി നിങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ ഇവനെ പരിചയപ്പെടുത്തിയില്ലല്ല. ഇത് മടന്നപ്പച്ച മമ്മു, നമ്മളെ ഒറ്റ സുഹൃത്ത്. മോന്ത ഇങ്ങോട്ട് കാണിയില്ല. എല്ലാം എന്താ പേടിച്ചിരിക്കുന്ന ബഹുമാനം. എനിക്കൊന്ന് ആദ്യമായിട്ട് വീഡിയോയിൽ വരുന്നോണ്ടുള്ള ഇത് ഫിയർ ആണെന്ന്. ഏതാണ് ഇങ്ങനെയൊക്കെ നമ്മള് വീഡിയോയിൽ ഒന്ന് പഠിക്കണം. നീ തുടങ്ങിയത് നമുക്കൊരു പ്രചോദനമാണ്. അതാണ് ഗൈസ്, നമ്മൾ തുടങ്ങുന്നതാണ് ബാക്കിയുള്ളവർക്ക് ഒരു പ്രചോദനം. അതാണ് മെന്റാലിറ്റി, മനസ്സിലായ? പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടൈം ഉണ്ടായിരുന്നു കേട്ടോ മടവൂര്. അടിപൊളി ഒരു ടൈം. ഇനി മടവൂരോട്ട് ഇറങ്ങാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ എല്ലാരും പോയി. പയ്യന്മാരൊന്നുമില്ല, നമ്മളായിരുന്നു ലാസ്റ്റ് നമ്മളായിരുന്നു ഗൈസ്. ബാക്കി എല്ലാരും പുറത്തോട്ട് പോയി. ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നീ പോണറിയാ ഇവന് ഇതുവരെ ഗൈസ്, ഇവന് ഇതുവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവൻ പുറത്തോട്ട് പോണെന്നുള്ള. ഇവൻ എയർപോർട്ടിൽ എത്തപ്പോ നോക്കി ഇവന്റെ വെപ്രാളം. ഇതുവരെ ഇവൻ ടെൻഷൻ ഒന്നുമില്ല. അളിയ മുഖം കാണിച്ചാ അളിയ ഫേസ് ആണേരി ഇത് കട്ട് ചെയ്യേണ്ടി വരല്ലേ. ഇത് പി വെച്ചാൽ മതി. അവനൊരു ടെൻഷൻ തന്നെ തോന്നുന്നു. അത് തന്നെ സാധിക്കുന്ന കാര്യങ്ങള് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലേ അളിയ. മടവൂര് നാളത്തോടെ നീ മടവൂരില്ല അളിയ. നമ്മളെ പിന്നെ അങ്ങോട്ട് മടവൂരോട്ട് ഇറങ്ങത്തില്ല. നീ നാട്ടിൽ വന്നിട്ടുള്ളു മടവൂരൊക്കെ അല്ലേ അളിയ? മടവൂര് കാണണമെങ്കിൽ നീ വരണം. അവൻ വരണം അങ്ങനെ. അതാണ് മൈൻഡ്. വേറൊന്നുമില്ല, ലഗേജ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവൻ എത്ര ഉത്തരവാദിത്തം ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണേ. ഞാൻ പറയാം, ഇവൻ ഇന്നലെ ടിക്കറ്റുമായിട്ട് താണ്ട് ഇവനും താണ്ട് പ്രേമനും കൂടെ ടിക്കറ്റ് വാങ്ങാൻ പോയി, പ്രേമന്റെ. എന്നിട്ട് രാത്രി എത്ര സമയത്ര ഇടാളിയ ടൈം 12:30 ടിക്കറ്റ് എവിടെ കൊണ്ടുപോയി കളഞ്ഞ്. നിങ്ങൾ ഇത്ര ആലോചിക്കണം. 10, 20, 22 വയസ്സായി. അയ്യോ ഇതൊക്കെ എന്തേലും. നിങ്ങളൊക്കെ റോഡ് മഴയൊക്കെയാണ് സേഫ്റ്റി ആയിട്ട് വണ്ടി ഓടിക്കുക കേട്ടാ. അവിടെ ഇപ്പം ഒന്ന് ഫ്രണ്ടിൽ കാണിച്ചു, ഞാൻ ക്യാമറ കാണിക്കുന്നില്ല. അത് കാണിച്ചാൽ പിന്നെ ഓരോ വള്ളികളാണ്, പിന്നെ അതിന്റെ വേക്കിൽ നിന്ന് പോകണം അല്ലേ അളിയ? എല്ലാവരും സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക. മമ്മൂക്ക നാണ്ട് പയ്യാണ് പോണം മഴയത്ത്. കാണിച്ചുതരാം, ക്യാമറ കാണിച്ചുതരാം. ഈ സ്പീഡിലാണ് പോണത്. MC-ലോട്ട് ഇറങ്ങപ്പം ചെറിയൊരു സ്പീഡ് വരും. നമ്മളെ മുമ്പിൽ നിന്ന് പോണ ഇത്യാസം പമ്മി പോണ. എത്ര കിലോമീറ്റർ ആണ് അതിന്റെ ടോട്ടല്? അപ്പൊ അതിന്റെ ആൾക്കാരെ പമ്മി ഒരെണ്ണം മഴയത്ത് രാവിലെ മഴയാണ് കേട്ടോ. അതാണ് മൈൻഡൊക്കെ അങ്ങ് ഒരുമാതിരിയാണ്. രാവിലെ എണീക്കാനൊന്നും വയ്യ. ഇത്രയൊന്നും അല്ല മറ്റേ സാധനമാണ്. ഒരുപാട് പയ്യന്മാരുണ്ടായിരുന്നു കേട്ടാ. ക്യാമറ ഷെയ്ക്ക് ആവുന്നുണ്ടോ? ഒരുപാട് പയ്യന്മാരുണ്ടായിരുന്നു. അവന്മാരെല്ലാം ഉറക്കത്തിലാണ്. രാവിലെ മഴയത്ത് ഒരുത്തന്മാരും എണീറ്റിട്ടില്ല. ഉള്ളത്തമാരെ കൊണ്ട് നമ്മളങ്ങ് പോവുകയാണ്. ഞാൻ ഉണ്ട്, മമ്മു ഉണ്ട്, പിന്നെ നമ്മുടെ പുറത്തോട്ട് പോണ പുള്ളിയുണ്ട്. അതിനെ ജീവിക്കാനാണ് പോണേ കേട്ടല്ല. പുതിയ രാജ്യം വിട്ട് കളിക്കാണ്. അല്ലാതെ പൈസക്ക് പറയാൻ പോയാണ്. ഇനി പൈസയാണ് അളിയാ വില. പൈസക്കാണ് വില കേട്ടാ. നന്നായി. പിന്നെ അളി ശങ്കരനെ വിളിച്ചു നോക്കിയാ അളിയാ. എന്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു ശങ്കരൻ, നമ്മളെ മെയിൻ പയ്യൻ. അവയും പോയി. അപ്പൊ പോയിട്ട് എത്ര മാസമായി കാണോ ശങ്കരൻ പോയിട്ട്? 100 നാവ്. അതായത് 100 നാവ്. ഞാൻ ഇപ്പൊ കാണിച്ചു ശങ്കരനെ. അളിയ വ്ലോഗ് കാണിയത് ശങ്കരനെ വ്ലോഗ് കാണിയില്ല അളിയാ. ഇത് കണ്ട, ഇതാണ് ശങ്കരൻ. ഒരു
ആയോടെ അളിയാ, വ്ലോഗിലൊരു ആയോടെ. അവ ഇപ്പൊ കേട്ടാന്തോ നിങ്ങള്. ഇതൊക്കെ സെറ്റ്, ഇതൊക്കെ വീഡിയോ വരുമ്പോ സെറ്റ് ആയിരിക്കും അളിയാ. നമ്മളൊരു പൊളിക്കും വേറെ സീനുള്ള. ഇതൊക്കെയാണ് ഇവിടുത്തെ മടവൂരത്തെ മെയിനുകളൊക്കെയാണ് ഇതൊക്കെ. എല്ലാരും പുറത്തോട്ട് പോയി. ഇനി നമ്മള് ഇവരെ കാണണമെങ്കിൽ കല്ല അതൊക്കെ അങ്ങനെ തന്നെ ആദ്യമായിട്ട് പോണോണ്ടല്ലേ, പിന്നെ അതങ്ങ് ശീലാവും അല്ലേ അളിയാ. അത് എയർപോർട്ടിൽ കയറി കഴിയപ്പോ അളിയാ. ഞാൻ പോയിട്ടില്ല, പക്ഷെ പോയ ആൾക്കാരാണ് എന്തായാലും അറിയാമോ, എയർപോർട്ടിൽ പോയി അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി ഇരുന്ന് ഫ്ലൈറ്റ് എടുക്കപ്പോണ്ടോ ടേക്ക് ഓഫിന്, അപ്പൊ ഒരു ടെൻഷൻ വരും നമ്മളെ അടുത്ത്. മനസ്സിലായ മൈൻഡിന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ, ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങള് എക്സ്പീരിയൻസ് ചെയ്ത് കാണും, ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും എക്സ്പീരിയൻസ് ചെയ്ത് കാണും. ചിലപ്പോ ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേ നമ്മളാ മൈൻഡ്. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ് പോണേന്. ഒരു കാര്യത്തെ നമുക്ക് സന്തോഷമാണ്, നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു പയ്യെ രക്ഷപ്പെടുന്ന പറയുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ പ്രേമനെ മിസ് ചെയ്യുന്നുള്ള കാര്യമാണ്, അത് വല്ലാത്തൊരു ഇതാണ്, വലിയ പടവാണ്. ഒരു നിർത്താൻ പറ്റത്തില്ല അളിയാ. ഇവ അങ്ങനെ എല്ലാ കാര്യത്തിനും ഓടി നിൽക്കുന്ന പയ്യനാണ് അല്ലേ. തള്ളുന്നല്ല അളിയാ, ഇവരെ സെറ്റാക്കുന്നല്ല, പക്ഷെ എല്ലാ കാര്യത്തിലും നമ്മളെ കൂടെ ഓടി നിൽക്കുന്ന പയ്യനാണ്. പിന്നെ പെട്ടെന്ന് നടന്ന എല്ലാ കാര്യങ്ങളും സപ്പോർട്ടാണ് അല്ലേ അളിയാ. നമ്മളെ പറഞ്ഞെത്തും, അതാണ് മൈൻഡ്. വേറെ അങ്ങനെ മൊണ്ടിയും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. ചെറിയ ചെറിയ മൊണ്ടി കാര്യമല്ലേ. എന്തിനു പറയാ, അങ്ങനെയൊക്കെ തന്നെ മനുഷ്യന്മാരല്ലേ, ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരും എപ്പോഴായാലും. മനഃപൂർവ്വം ചെയ്യുന്നതൊന്നും അല്ല അളിയാ, വന്നു പോണതാണ്. മനഃപൂർവ്വം ചെയ്യുന്നല്ല കേസ്, അതൊക്കെ വന്നു പോണതാണ്. പിന്നെ രാവിലെ തന്നെയാണ് പെരുമഴയാണ്, എയർപോർട്ടിൽ മഴ പെയ്യും ഒളിയാ. നമ്മളെ സ്വിഫ്റ്റ് ആണ് കേസ്, ഡീസൽ സ്വിഫ്റ്റ്. ഈ സാധനമൊക്കെ നൈസാണ് ഡീസൽ സ്വിഫ്റ്റ്. തീ വണ്ടി എയർപോർട്ടിൽ മമ്മു കരയോ കളിയാ, മമ്മു കരയൂ, മമ്മു കരയൂ. ചെറിയൊരു വിഷമം ഉണ്ടല്ലോ, ചെറിയൊരു വിഷം നന്നായി. പക്ഷെ ഇവനെ ഞാൻ പരിചയപ്പെടുന്ന എപ്പോഴാണെന്ന് അറിയാമോ, ഞാൻ +2 ടൈം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ, നമുക്ക് വേറൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഞാൻ പറയാം, നമ്മള് ആഷിഖ് എന്നൊക്കെ പറയുന്ന ഒരു പയ്യുണ്ട്, സൽമാൻ എന്ന് പറയുന്ന പയ്യുണ്ട്, ഇർഫാൻ എന്ന് പറയുന്ന ഒരു പയ്യുണ്ട്. ഞാനൊക്കെ വേറൊരു ഗ്യാങ്ങിലായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ ഇവന്മാര് വേറൊരു ഗ്യാങ്, കുട്ടു അല്ലളിയാ, കുട്ടു, ഇസാൻ, പിന്നെ പ്രേമേ. എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മളെല്ലാം കൂടെ ഒന്നായ ഒരു അവിയല് പരുവത്തിലായി. പിന്നെ അങ്ങോട്ട് പിന്നെ ഒരു ഓളം തന്നെയായിരുന്നു അവിടെ. പിന്നെ ഇടുക്കി യാത്രിങ് എവിടെ കാണിച്ച് കൂട്ടിയത് അങ്ങനെയൊന്നുമില്ല. പഞ്ചായത്തില് ഒരു ചെറിയൊരു പഞ്ചായത്തും ഒരു ലോഡ് പയ്യന്മാര് സെറ്റായിരുന്നു. കല്യാണങ്ങള് നമുക്ക് പമ്പിൽ കയറാം. അടിക്കുന്ന കളിയാ എന്റെ 340 എന്റെ ഒന്നുമില്ല അളിയാ. നിന്റെ ഇന്ത്യ മണി ഉണ്ടോ പ്രേമ? ദിർഹമൊന്നും കൊടുക്കല്ലേ അളിയാ. ദിർഹമാണ് അളിയ, ഖത്തറിൽ ഏതാണ്? റിയാല്. നാളത്തെ കോടീശ്വരനാണ് ഈ ബേക്ക് ഇരിക്കുന്നത്. ഇപ്പൊ നാട്ടിൽ വന്നിട്ടാണ്, ഞാൻ നാട്ടിൽ ഉണ്ടെങ്കിണ്ടല്ലോ എല്ലാം സെറ്റാണ് ഇവിടെ. ഓമാർക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നു. പക്ഷെ അതിലൂടെ നമ്മളൊരു ദിവസം പോവല്ലേടാ മമ്മു? പക്ഷെ നമ്മളൊരു ദിവസം പോകും. 520 ഡീസൽ എന്നാ, ഡീസൽ ഡീസലാണ്. എടാ നീ ഓടിക്കുന്ന അവസാനത്തെ ഇന്ത്യൻ നിരത്തുകളിൽ പ്രേമന്റെ ഓട്ടമാണിത്. ഉള്ള കാര്യങ്ങൾ അറിയാലേ. മമ്മ നീ ഇറങ്ങി പോണ വണ്ടി ഓടിക്കാൻ അവന്റെ അവസാനത്തെ അല്ല ഇനിയും വരും. എന്നാലും ഒരു ആഗ്രഹം
ആഗ്രഹമല്ലേ വണ്ടി മാറ്റല്ലേ? ഇതൊരു മുതലല്ലേ? ഇതൊരു മുതൽ പഠിച്ചതിലാണ്. ഓക്കെ. ഇസാണ് ഞാനാണ് അളിയാ പഠിപ്പിച്ച. അതിന്റെ പേര് ദോശ ഇപ്പോഴും ഉണ്ട്. ഓ തീർന്നില്ല. എവിടെയെങ്കിലും കൊണ്ടുവച്ച് കേറും. നമുക്കൊരു കൂട്ടുകാരുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതുപോലെ ഏതെങ്കിലും കൂട്ടുകാരെ ഉണ്ടാകുന്ന നിങ്ങള് റിലേറ്റബിൾ ആണെന്ന് എനിക്ക് ചോദിച്ചാൽ നമ്മൾ ഒരു കൂട്ടുകാരുണ്ടല്ലോ ഷോറൂം, ഇസാൻ എന്നാണ് പേര് കേട്ടാ. ഷോറൂമിൽ നിന്ന് പുത്ത വണ്ടി ഇറങ്ങി കേട്ടാ. ഇടിയോടിടി, ബൈക്ക് എടുത്താലിടി, കാർ എടുത്താലിടി, അങ്ങനത്തെ ഉള്ളൊരു പയ്യൻ. അവൻ ഇന്ന് വന്നില്ല, അവൻ ജോലിക്ക് പോയി കേസ്. അതാണ് വേറൊരു സംഭവം. അവന് ചെറിയ കാര്യങ്ങളും അവിടെ ഡീൽ ചെയ്യാൻ അവിടെ ആരും ഇല്ല. അപ്പോൾ ഒരു റിസോർട്ടിൽ നിൽക്കുകയാണ്. അപ്പം എന്തായാലും ജോലി നമ്മളെ മെയിനാണ് കേസ്. നമ്മളെ കൂലിക്കാന്നും പോണില്ല. ഉള്ളാത്തമാരാ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ട്. അതാണ് കാരണം പയ്യെ പോയാൽ മതി. അമ്മ നിനക്ക് വണ്ടി വേണ്ടേടാ. ഫോർച്യൂണർ വേണ്ട കേസ്. ഫോർച്യൂണറൊക്കെ ഏതാണ് സാധനം? സൈസ് ഏതാണ് സാധനം? നൈസാണ്. നമ്മളെടുക്കും അല്ലേളിയാ. എല്ലാം വരുന്നുണ്ട്. എല്ലാം ടൈമുണ്ട്. ഇനിയാണ് ടൈമുകൾ വരുന്നത്. ഞാൻ ഫോർച്യൂണർ അല്ലേ അങ്ങനെയൊന്നുമില്ല. ഇവന്മാര് വിഷയത്തിൽ നിന്ന് തെന്നി മാറിയാണ്. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വല്ലവരൊക്കെ എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ. അതൊന്നും നമ്മളല്ല. നമ്മള് കഷ്ടപ്പെട്ട് നമ്മള് ചെറിയൊരു വണ്ടി എടുക്കുന്നു. വണ്ടികളൊക്കെ നമ്മള് വരും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. മനസ്സിലായ? പിന്നെന്തേലാണ് ജംഗ്ഷനിലൊക്കെ കുറെ ആൾക്കാർ കളിയൊക്കെ ആക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മക്കൊരു സ്കില്ലുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം. മനസ്സിലായ? ഇത് ഞാൻ പറഞ്ഞതല്ല, ഇസാന്റെ അടുത്ത് പറഞ്ഞതാണ്. നമ്മള് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറയാം, യൂട്യൂബ് അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ സ്കില്ലുണ്ട്. പക്ഷെ ക്യാമറ എന്ന് പറഞ്ഞ സാധനമില്ല. ക്യാമറ, മൈക്ക്, അങ്ങനെയുള്ളൊരു കാര്യങ്ങളില്ല. പക്ഷെ ഞാൻ ഇപ്പം ഒരു ഫോൺ കഷ്ടപ്പെട്ട് പോയി നിന്ന് ആരെയും ചെലവിലൊന്നുമല്ല. ഉമ്മാടെ വാപ്പാടെ അളിയ ചെലവൊന്നുമല്ല. സ്വന്തമായിട്ട് അളിയ ഒരു കൊല്ലം നിന്ന് ഇഷ്ടപ്പെട്ട് ഒരു ഫോൺ എടുത്ത് ആ ഫോണിൽ നിന്ന് ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്ന അതിലളിയ ഞാൻ ഭയങ്കര അത് തന്നെ ആ സാധനം പ്രൗഡ് മൂമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മള് ഒരു കാര്യം സ്വന്തമായിട്ട് എടുക്കപ്പോഴേ പിന്നെ അതിന്റെ അകത്ത് പിന്നെ ആരെയും ഒരു ഇത് കേൾക്കണ്ട. എന്തിനാണ് ഇതിന് പറയുന്നത്? അഭിപ്രായം. അത് തന്നെ, അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കണ്ട. നമ്മളെ ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള സാധനം ഉണ്ടെങ്കിൽ, സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് ആ സാധനം ചെയ്യാം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ അത് 2-3 പേരൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇവനെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ നേരത്ത് ചാക്കി, സൈക്കോ, പടക്കം എല്ലാവരും വീഡിയോ വരപ്പം കാണാം. അല്ല എന്തെങ്കിലും എല്ലാരും ഇങ്ങനെയൊക്കെ അല്ലേ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്തിനാണ് പറയാനുള്ളത്? കേരളത്തിലെ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുന്ന എന്തിനാണ് പറയാനുള്ള? നീ റോട്ടിൽ നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കണ്ട, അങ്ങോട്ട് നോക്കി വണ്ടി ഓടിച്ചാൽ മതി. നമ്മളെ സേഫായിട്ട് കഴിച്ച് വണ്ടി ഡ്രൈവ് ചെയ്യണം കേട്ടോ. എന്തിനാ പറഞ്ഞാല് എല്ലാവരും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് വണ്ടി ഓടിക്കുക. മഴയൊക്കെ ചെയ്യണം, ക്ലൈമറ്റ് ഒക്കെ മോശമാണ്. അതൊക്കെ നമ്മൾക്ക് ഒരു അവയർനെസ് കൊടുക്കണം. നമ്മള് വീഡിയോ കണ്ടിട്ട് നാളെ എന്തേലും ചെയ്യട്ടെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. നമുക്ക് എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. ഓക്കെ. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും അവിടെ ഇറക്കിയിട്ടുണ്ട്. നമ്മളെ പാർക്ക് ചെയ്യുന്നു. മമ്മുണ്ട്. മമ്മു കമോൺ. ചെറുക്കനെ കാണാം. രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. ഈ സ്ഥലത്ത് മഴ വരുന്നുണ്ട് കേട്ടോ. അതാണ് വിഷയം. സനു നമ്മക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. സനു വന്നിട്ടുണ്ട് കേട്ടാ. സനു ഞാൻ പരിചയപ്പെടുത്തി തരാം. സനു നമ്മളെ ഇവിടുത്തെ മെയിൻ. സനു ഹയാത്തിലല്ലേ അടി? എപ്പോഴും ഹയാത്തിൽ വർക്ക് ചെയ്യുന്ന പയ്യ. നമ്മളെ മെയിൻ കൂട്ടുകാരെ എന്നാണെങ്കിൽ പറയാം. അളിയാൻ പെട്ടെന്ന് ഇതുവഴി തന്നെ അങ്ങ് വന്നു. അതാണ് മെയിൻ. അല്ലടാ മാമു? അതെ, അതാണ് എളുപ്പമാണ്. സനുവിനെ കാണിച്ചു തരാം ഗൈസ്. ഇതിനടിയാ എല്ലാം എടുത്തല്ലേ ചെറുക്കാൻ പോണ. സനു ഉണ്ട്. സനു ഒരു ഹായ് പറ അളിയാ.
അവന് ഈ ചിരി മാത്രമേ ഉള്ളൂ. പീസ് കാണിച്ചത് ഭാഗ്യം. ഏറ്റാവലിയ പ്രേമ നമ്മൾ എത്ര പേര് മാത്രമായി ഗൈസ്. എന്നാലും കുഴപ്പമില്ല, ചെറുക്കനെ ഹാപ്പിയാക്കി വിടുക. കണ്ണി വെള്ളം പറഞ്ഞു ആനന്ദ കണ്ണീരാണ് ഗൈസ്. ഹലോ ഗൈസ്, ചെറുക്കനെ കൊണ്ടാക്കി നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം 3 പേരുണ്ടായിരുന്നു. അപ്പം അവനിറങ്ങിയപ്പോൾ വേറെ സനു കയറി. സനുവിനെ കാണിച്ചു തരാൻ. സനുവിനെ കാണുന്നുണ്ടാന്ന് തോന്നുന്നു. സനുവിനെ കാണണ്ട, ചെറുക്കൻ പോയപ്പോൾ ഒരു വിഷമം. ഇതാണ് എന്തോ വെല്ലടി. എന്തായാലും നമ്മളെ നാളെ പോകും. അയാത്തിലെ പയ്യനൊക്കെ പോകും നാളെ. എനിക്കുണ്ടെന്തോ. അപ്പം ഇതൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. അപ്പം എന്തായാലും അടുത്തൊരു വ്ളോഗ് നമുക്ക് കാണാം. പളിയ ഇനി പുതിയ വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഓക്കെ, സാഡാണ് എല്ലാവരും. ഓക്കെ.